ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. രണ്ട് ശക്തമായ രോഗശാന്തി വചനങ്ങളാണ്. ഒന്നാമത്തേത് ഹെബ്രായർ 7:25. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ, മഹത്വത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ ലഭിക്കും. വീണ്ടും രണ്ടാമത്തെ വചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് എന്താണ്? സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. തളർന്ന് കിടക്കുകയാണോ? രോഗക്കിടക്കയിലാണോ? മരുന്നുകൾ ഫലിക്കാത്ത അവസ്ഥയിലാണോ? ആകുലതയിലും ദുഃഖത്തിലുമാണോ? ക്യാൻസർ ബാധിതമായ അവസ്ഥയാണോ? ശരീരത്തിലെ മുഴകളാണോ? നീർക്കെട്ടാണോ? തടിപ്പാണോ? ഞരമ്പുകളിലെ തകരാറുകളാണോ? മാറാരോഗങ്ങളാണോ? ഇതാ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരങ്ങൾ, നമ്മൾ പാപികളാണ്, ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. എന്നാൽ ഇതാ അവൻ നമ്മുടെ ദുർബല ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശക്തി ഈ ജീവിതത്തിൽ തന്നെ, ഇപ്പോൾ തന്നെ, ഇവിടെ എന്നിലും നിങ്ങളിലും പ്രകാശിക്കും. കർത്താവേ, ഇപ്പോൾ ഈ രണ്ട് വചനങ്ങളുടെ അഭിഷേകം, ഹെബ്രായർ 7:25, ഫിലിപ്പിയർ 3:21, ഈ രണ്ട് വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, തിരുവചനത്തിൻ്റെ വലിയ ശക്തി വഴി ഇവരെ രൂപാന്തരപ്പെടുത്തണമേ. ശാരീരികമായി മാത്രമല്ല, മാനസികമായി, ആത്മീയ മന്ദത, മാനസികമായ മുരടിപ്പ്, മടുപ്പ്, കർത്താവെ, ഫലപ്രാപ്തിയില്ലെന്നുള്ള ചിന്ത എടുത്തു മാറ്റട്ടെ, മാറിപ്പോകട്ടെ. നമ്മുടെ ദുർബല ശരീരങ്ങളെ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി കർത്താവെ, ഇനി രക്ഷയില്ലെന്നുള്ള തോന്നൽ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ചെയ്തതിലൊന്നും ഫലം കാണുന്നില്ല ചിന്ത, യേശുവിൻ്റെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. കർത്താവെ, കാൽമുട്ട്, കൈമുട്ട്, അസ്ഥികൾ, സന്ധി ബന്ധങ്ങൾ ബലം പ്രാപിക്കട്ടെ. കർത്താവെ, തേയ്മാനങ്ങൾ, ക്ഷതങ്ങളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. നീർക്കെട്ടുകൾ, വാതരോഗങ്ങൾ, പനി, വീക്കം, അത്യുഷ്ണം, വരൾച്ച, വിഷക്കാറ്റ്, ഇവയെല്ലാം യേശുനാമത്തിൽ ശാസിക്കുന്നു. മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിനെന്ന് അങ്ങയുടെ ആ വചനമനുസരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. ഹെബ്രായർ 7:25 വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഫിലിപ്പിയർ 3:21 വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആ ശക്തി, ദൈവിക ശക്തി ഇപ്പോൾ നിറയട്ടെ, പ്രസരിക്കട്ടെ, വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഷിയാലികാരിയാരിയ ദൈവമേ, നന്ദി. യേശുവേ, നന്ദി. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.